ഇന്ന് പുറത്തേക്ക് പോകാന്നുള്ള ഒരു പ്ലാനും ഇല്ലാതിരുന്ന സമയത്ത് പെട്ടെന്ന് വന്നൊരു പ്ലാനായിരുന്നു നമുക്ക് ആനച്ചമയം കാണാൻ പോകുന്നുള്ളത്. അങ്ങനെ നമ്മൾ തിരുവമ്പാടിയുടെ ആനച്ചമയം കാണാനായിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ തിരുവമ്പാടിയുടെ ആനച്ചമയം നടക്കുന്നത് കൗസ്തുഭ ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം. മേളിൽ നിന്നാണ് നമ്മൾ ആനച്ചമയം കണ്ടു തുടങ്ങുന്നത്. അതിനുശേഷമാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ഭംഗിയുള്ള കളർഫുള്ളായിട്ടുള്ള കുടകൾ നീർത്തിയും മടക്കിയും എല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നാളെ ആനയുടെ പുറത്തെടുത്ത് കാണിക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും ഉറപ്പാണ്. പക്ഷേ ഇത് നമുക്ക് അധികം നേരം അവിടെ നിന്ന് കാണാനൊന്നും പറ്റുന്നില്ല. അവർ പെട്ടെന്ന് പോകാൻ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് പോകാൻ പറയാൻ മാത്രം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ നമ്മൾ വന്ന ആ ഒരു ടൈമിൻ്റെ ആയിരിക്കും. പിന്നെ കുറേ പേര് ഇന്നലെയും കണ്ടുപോയിട്ടുണ്ടായിരിക്കും. ഇന്ന് ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടെ തിരക്ക് കൂടും. ഇവിടെ നമുക്ക് ആനയുടെ ചെറിയ കുറച്ച് രൂപങ്ങളും നാളെ കുടമാറ്റത്തിന് ആനയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ ആദ്യം മുകളിലേക്ക് കയറിയപ്പോൾ കണ്ടിട്ടുള്ള കാഴ്ചകൾ. സെൻറ്ററിലായിട്ട് അവരൊരു ആൽമരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഞാൻ പുറത്ത് നിന്നിട്ട് ഇതിൻ്റെ മൊത്തം ഒരു വ്യൂ ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ മുകളിലത്തെ ഭാഗത്തിൻ്റെ മൊത്തം വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ താഴേക്ക് പോവാണ്. താഴെയും ഒരുപാട് കുടകളുണ്ടായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് താഴെ ഉണ്ടായിരുന്ന കുടകളായിരുന്നു. അതിൻ്റെ കളർ കോമ്പിനേഷനിൽ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇവിടെ കുറേ ദൈവങ്ങളുടെ രൂപത്തിലുള്ള കുടകളും വെച്ചിട്ടുണ്ടായിരുന്നു. മഹാവിഷ്ണു, സുബ്രഹ്മണ്യൻ, അർദ്ധനാരീശ്വരൻ, ഗണപതി അങ്ങനെ കുറേ ദൈവങ്ങളുടെ രൂപത്തിലുള്ള കുടകളും ഇവിടെ നാളത്തേക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ തിരുവമ്പാടിയുടെ കുടകളെല്ലാം കണ്ടിരുന്നു. ഇനി പാറമേക്കാവിൻ്റെ കുട എങ്ങനെയായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എന്തായാലും ഇവിടുത്തെ കുടകളെല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.